ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശിയും ഓൺലൈൻ ടാക്സി ഡ്രൈവറുമായ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു. വാഹനത്തിനും കേടുപാടുകൾ വരുത്തിയതായി പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. RP റോയൽറ്റി കമ്പനി എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സ്വപ്നേഷ്. കഴിഞ്ഞ ദിവസം യാത്രക്കാരെ മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചതിന് ശേഷം മറ്റൊരു ട്രിപ്പിനായി ആനച്ചാലിലെ സ്വകാര്യ റിസോർട്ടിന്റെ പാർക്കിങ്ങിൽ വിശ്രമിക്കുകയായിരുന്നു തന്നെ ഓൺലൈൻ ടാക്സി സഫാരി അനുവദിക്കില്ലെന്ന് ആരോപിച്ച് ഒരു കൂട്ടം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ കൂട്ടമായി എത്തി മർദ്ദിച്ചുവെന്നാണ് സ്വപ്നേഷിന്റെ പരാതി. വൈകുന്നേരത്തെ ഓട്ടമെല്ലാം കഴിഞ്ഞ് ഞാൻ ആനച്ചാലിലെ സമ്മർക്കാസിലെ പാർക്കിങ്ങിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ഡ്രൈവർമാരെന്ന് തോന്നിക്കുന്ന കുറച്ച് ആൾക്കാർ വന്ന് എന്നെ മർദ്ദിക്കുകയും എൻ്റെ കാറ് തല്ലിപ്പൊളിക്കുകയും എൻ്റെ കണ്ണക്കുറ്റി അടിച്ചു പൊളിക്കുകയും അത് കാരണം കൊണ്ട് കേസെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 3-4 പ്രതികളുടെ പേര് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാർക്കിങ്ങിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷിയും പറയുന്നു. ഞാനൊരു ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കിങ്ങിൽ കിടക്കുമായിരുന്നു. ആ പാർക്കിംഗ് കിടക്കുന്ന സമയത്ത് ഒരു വണ്ടി ഏതൊരാൾ വന്നിട്ട് ഒരു ചേട്ടനോട്, അത് ആരാണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഒരു ചേട്ടനോട് എനിക്ക് നേരെ പോകാറായില്ലാന്ന് ചോദിച്ച് കാടിക്കൂടെ തേപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഒരു ബൈക്ക് വരുന്നുണ്ട്, കുറച്ച് ഓട്ടോക്കാർ വരുന്നുണ്ട്, കുറച്ച് ടാക്സി വരുന്നുണ്ട്. ഒരു ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ 10 വണ്ടിക്കാരുണ്ട്. അതിന്റെ പാവപ്പെട്ടവർക്ക് ചുമ്മാ എടുത്തിട്ടിരിക്കുക. എന്നിട്ട് ആരോടൊക്കെ എടുത്ത് കല്ലെടുത്തെറിയുന്നു, ഗ്ലാസ് പൊട്ടിപ്പോയി. അതിൻ്റെ അകത്തിട്ട് പിന്നെ ഒരു കല്ലെടുത്തിട്ട് ഇവർ ആ വണ്ടിക്ക് ചുറ്റും മൊത്തം വരിക്കുക. പിന്നെ സത്യം പറഞ്ഞാൽ ഇടി വായിക്കാൻ വയ്യാത്ത കാരണം ഞാനങ്ങോട്ട് പോയില്ല. പക്ഷെ ജസ്റ്റ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതൊരു കുറച്ച് കഴിയുമ്പോഴത്തേന് ആ വണ്ടി എടുത്ത ആ ആൾക്കാരും പോയി. വണ്ടി എടുത്തുകൊണ്ട് ആ ചേട്ടൻ പോവുകയും ചെയ്തു. ആരെന്നറിയില്ല, എനിക്ക് കൃത്യമായിട്ട് നമ്മൾ കണ്ടാ. അതൊക്കെ കഷ്ടമാണ്. നമ്മളിത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇനി ആ വണ്ടിയുടെ കേസിൽ എത്ര നാൾ കഴിഞ്ഞാൽ വണ്ടിയുടെ പണി കഴിയും. കഷ്ടമാണ്. സംഭവത്തിൽ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു, തലയ്ക്കും പരിക്കേറ്റു. വാഹനത്തിനും കേടുപാടുകൾ വരുത്തിയതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ വെള്ളത്തുവൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.